ശംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഞാൻ എത്ര വലിയ ജീവിത പ്രതിസന്ധികളെ നേരിടുന്നുണ്ടെങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ശരണം വയ്ക്കുകയും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്ത ഒരു ദൈവപൈതലാണെങ്കിൽ എനിക്ക് യാതൊന്നിനെപ്പറ്റിയും നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദൈവം അതിലെല്ലാം ഉപരിയാണ്. അവൻ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പിറവിയെടുത്തവനാണ്. അവൻ്റെ വാഗ്ദാന വചനങ്ങളാൽ അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവ പദ്ധതിക്ക് അനുസൃതമായി നമ്മൾ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം എൻ്റെ ഓരോ ചലനങ്ങളെ നിരീക്ഷിച്ച് എന്നെ കരം പിടിച്ച് നടത്തുന്ന, എൻ്റെ നന്മയ്ക്കായി പദ്ധതികൾ വിഭാവനം ചെയ്തു വച്ചിരിക്കുന്ന ദൈവം ആ നല്ല പദ്ധതി എൻ്റെ ജീവിതത്തിൽ ക്രമാനുഗതമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. അത് റോമർ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വചനം ഒന്ന് ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് നമുക്കറിയാമല്ലോ. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്. അപ്പോൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ എന്ന് തിരിച്ചറിയണം ആദ്യം. ഞാൻ ഈശോയെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ ഈ പദ്ധതിക്ക് അനുസൃതമായി എന്നെ സകലവിധ നന്മകളും അനുഗ്രഹം കൊണ്ട് നിറയ്ക്കും. ഞാൻ പദ്ധതിയോട് ഐക്യപ്പെട്ട വ്യക്തിയാണ് ഞാനെന്ന് സ്വയം ആത്മപരിശോധന നടത്തുകൂടി ചെയ്യണം. തന്നെ സ്നേഹിക്കുന്നവർക്ക്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഞാൻ വചനം പാലിക്കുന്ന വ്യക്തിയാണോ? വചനത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? വചനത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണോ? വചനം കൊടുക്കുന്ന വ്യക്തിയാണോ? വചനം എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമായി മാറിയിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ ജീവിതത്തിലെ സർവസ്വമായി ദൈവവചനം മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം തൻ്റെ വിശുദ്ധമായ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. ഇത് അമ്മയുടെ ഉദരം മുതൽ ആരംഭിക്കുന്ന ഈ പദ്ധതി, അത് നിത്യജീവന് വരെയുള്ള പദ്ധതിയാണ്. ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ മനസ്സിൽ ഞാൻ രൂപപ്പെട്ട ആ നിമിഷം മുതൽ തന്നെയാണ് ഇത് ആരംഭിക്കുന്നത്. അതിനോട് ഞാനൊന്ന് ഐക്യപ്പെടണം, അതിനോട് ഞാനൊന്ന് പൊരുത്തപ്പെടണം. ആ പദ്ധതി ഞാൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. പദ്ധതി എനിക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഇനിയും ആ പദ്ധതി ഒന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് എന്നെക്കുറിച്ചുള്ള എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി എനിക്ക് നാശത്തിലുള്ള പദ്ധതിയല്ല, അത് ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്. അത് ശുഭകരമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ്. അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി വിഭാവനം ചെയ്യിക്കുന്ന പദ്ധതികളോട് ഞാൻ നയിക്കപ്പെട്ട് കഴിയുമ്പോൾ സകലതും എന്ന് പറഞ്ഞാൽ കഷ്ടമോ ദുഃഖമോ ദുരിതമോ പട്ടിണിയോ ആപത്തോ നഗ്നതയോ വാളോ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും രോഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടോ കടബാധ്യതയോ ശത്രുശല്യമോ എന്നെ ഭാരപ്പെടുത്തുന്ന സകല മേഖലകളിലും അവൻ വിടുതല, അവൻ സൗഖ്യമാ, അവൻ കൃപയാ, അവൻ അഭിഷേകമായി മാറും. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് ഞാൻ വന്നു കഴിയുമ്പോൾ, ആ പദ്ധതി ഞാൻ ഐക്യപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റെടുക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതും തിരിച്ചറിയണം. അങ്ങനെ ഞാൻ ഐക്യപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വസ്വമായി മാറുന്നതെന്ന് ഞാൻ തിരിച്ചറിയണം. അതുപോലെ ഈ ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങളിൽ ആരൊക്കെ വിശ്വസിച്ച് വാഗ്ദാന വചനങ്ങൾക്ക് മുമ്പിൽ തന്നെ അടിയറ വെച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതങ്ങൾ തൻ്റെ പദ്ധതിക്ക് അനുസൃതമായി ദൈവം കൈപിടിച്ച് നടന്ന് കാണാൻ കഴിയും. അത് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാം വചനത്തിൽ വലിയൊരു സമർപ്പണത്തിൻ്റെ വലിയൊരു അടിയറവയ്പ്പ് നമ്മൾ കാണുന്നുണ്ട്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ദൈവത്തിൻ്റെ പദ്ധതിക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമായി ആരെങ്കിലും ഇതുപോലെ സമർപ്പിച്ചാൽ, ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ സമർപ്പിച്ചാൽ ആ പദ്ധതി ഈയുടെ പൂർണ്ണ നേരായ വഴിയിലൂടെ ദൈവം നമ്മെ നയിക്കുമെന്ന് ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിനിയും പദ്ധതി വെളിപ്പെട്ട് കിട്ടാത്തവർ, ഈശോയെ എന്നെപ്പറ്റിയുള്ള അങ്ങയുടെ ഹിതം, അങ്ങയുടെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പദ്ധതി വെളിപ്പെട്ട് കിട്ടിയവർ അതിൽ നിന്നൊരു ഇഞ്ച് പോലും വ്യതിചലിക്കാതെ അതിൽ ആ വചനത്തിൽ നിലനിന്നുകൊണ്ടിരിക്കണം. അങ്ങനെ വചനത്തിൽ നിലനിന്നാലേ ആ വചനം എൻ്റെ ജീവിതത്തിലെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാലേ എനിക്കിതിൻ്റെ ഒരു ഫലം ചൂടുന്ന വ്യക്തിയെ എനിക്ക് മാറാൻ കഴിയുള്ളൂ. അങ്ങനെ ഫലം ചൂടുന്ന വ്യക്തിയെ ഞാൻ മാറിക്കഴിയുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ഓരോ മേഖലയും, എൻ്റെ ശുശ്രൂഷയുടെയും പ്രവർത്തനങ്ങളുടെയും എൻ്റെ ജീവിതശൈലിയുടെ പോലും ഓരോ മേഖല ഏറ്റെടുത്ത് എന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും എനിക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ കുറേ കൂടെ സമർപ്പിക്കണം. അത് ചൂട് വ്യക്തത ഉണ്ടാകാൻ വേണ്ടി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 1 മുതൽ 1, 2, 3 വചനം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. യേശു ശിഷ്യന്മാരും അതിലെ കടന്നുപോയപ്പോൾ ജന്മന അന്ധനായ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. യേശുവിൻ്റെ ചോദിച്ചു, ഗുരു, ഇവൻ അന്ധനായി തീർന്നത് ഇവൻ്റെ പാപം മൂലമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ എന്ന്. ഈശോ പറഞ്ഞു, ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ
നിറവേറാൻ വേണ്ടി. അപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിറവേറാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന സംവിധാനത്തോട് ഒരു പക്ഷേ സഹനമാണ്, ആ സഹനത്തോട് പൊരുത്തപ്പെടാൻ, ഐക്യപ്പെടാനുള്ള ഒരു ഇച്ഛാശക്തി എനിക്കുണ്ടാകണം. പക്ഷേ എനിക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ ഒരു സഹനവും എൻ്റെ ദൈവം തരികയില്ല. എൻ്റെ വിശുദ്ധീകരണത്തിന് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അതായത് എൻ്റെ ഒരു തലമുടി നാരിഴ പോലും പൊഴിയുന്ന അറിയുന്ന എൻ്റെ ദൈവം, ഓരോ നിമിഷവും തൻ്റെ ഉള്ളംകൈയിൽ എന്നെ താങ്ങുന്ന ദൈവം. അതുകൊണ്ട് ഈ ദൈവത്തിന് ഞാൻ പ്രത്യാശ അർപ്പിച്ചാൽ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനത്തിൻ്റെ അഭിഷേകം എനിക്കുണ്ടാകും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. എൻ്റെ ഏത് അസാധ്യതകളിൽ ഞാൻ മാനുഷികമായി ചിന്തിച്ചിരിക്കുന്ന ഏത് അസാധ്യതകളും എൻ്റെ ദൈവം പ്രവർത്തിച്ച് അത് ഏറ്റെടുത്ത് എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, എൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിച്ചാൽ മതി. അവിടുന്ന് തക്ക സമയത്ത് ഏറ്റെടുത്ത് എന്നെ അനുഗ്രഹിക്കും. ഞാൻ വചനം പാലിക്കുന്ന, വചനം സ്നേഹിക്കുന്ന, വചനത്തെ കൊടുക്കുന്ന വ്യക്തിയായി മാറണം. ആമേൻ. ഹല്ലേലൂയ.